ഇത് 1.5 ഗ്ലാസ് പച്ചരിയാണേ. ഞാനൊന്ന് കഴുകി മാറ്റി വെക്കുകയാണ്. നല്ലപോലെ പാറ്റിയൊക്കെ എടുക്കുവാണേ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ അഴുക്കൊന്നുമില്ല. 2-3 തവണ കഴുകി വെള്ളം കളഞ്ഞ് മാറ്റി വെക്കുക. കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുകയാണ്. വെള്ളം ഊർന്ന് പോകാൻ വേണ്ടി ഇത് അരിപ്പിക്കാൻ വെച്ചിരിക്കുകയാണേ. ശേഷം ഇനി ഒരു സവോള, ഒരു തക്കാളി, 2 പച്ചമുളക്, അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും കൊണ്ട് ബാക്കി കാര്യങ്ങൾ നടത്താൻ പോവാണേ. അപ്പം റൈസിന് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണേ. ഗ്യാസ് ഓണാക്കി കുക്കർ വെച്ചു. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും പിന്നെ കറിവേപ്പില മല്ലിയിലെല്ലാം കൂടെ ഉണ്ട്, അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം സവോള വഴറ്റിയതിന് ശേഷം ഈ തക്കാളിയും ഇലകളും ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാൻ പോവാണേ. വെളിച്ചെണ്ണയാണ് ഇത്. മില്ലിലാട്ടി എണ്ണ, ചക്കിലാട്ടി എടുക്കുന്ന എണ്ണയാണ്. അത് 480 രൂപയാണ് 1 കിലോ. എന്നാലും അതൽപ്പം ഒഴിച്ചു. വേണമെങ്കിൽ ഇച്ചിരി നെയ്യും കൂടി ചേർക്കാം. ഇതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ ചേർക്കുകയാണ്. അതിനുശേഷം സവോള ഇട്ട് കൊടുക്കുക. സവോളയും പച്ചമുളകും ഒരുവിധം ഒന്ന് ചുവന്ന് വരണം. ഇത് ചുവപ്പ് റെഡ് കളറിൽ വരണം, ഒരു ബ്രൗൺ കളറിൽ വരണം. അപ്പോൾ ഇത് ബ്രൗൺ കളറായി. അപ്പോൾ ഇതിലേക്ക് തക്കാളിയും ഇലകളും കൂടി ഇടുകയാണേ. ഇതിലേക്ക് ഒരു 2-3 പെരിഞ്ചീരവും കൂടി ചേർക്കണം കേട്ടോ. പിന്നെ ഒരു 2 കഷ്ണം കറുവ, 2 ഏലക്ക, 2 ഗ്രാമ്പു, സ്വല്പം തക്കോലപ്പുട്ട്, ഇച്ചിരി ജാതിക്ക എല്ലാം കൂടി ചേർക്കണം. ചേർത്ത് നന്നായി ഇത് ഇളക്കി വഴറ്റിയെടുക്കും. എനിക്ക് വെള്ളം തിളച്ചിട്ട് നമുക്കിനി ഓഫ് ചെയ്യാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാമേ. 1.5 ഗ്ലാസ് അരിയൊക്കെ ഉള്ളതുകൊണ്ട് സ്വല്പം മഞ്ഞൾപ്പൊടി മതി. ഇനി ഇച്ചിരി ഗരം മസാല ചേർക്കണം. ഗരം മസാല ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒത്തിരി ചേർത്താൽ ചുവയുണ്ടാവും, കുറച്ച് മതി. അതിൻ്റെ അരുചി വരും കൂടിപ്പോയാലേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി ഇതൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് റൈസ് ചേർത്ത് ഒരുമാതിരി ഒന്ന് വരട്ടി എടുക്കണം. അപ്പോൾ റൈസ് ചേർക്കുവാണേ. ഒരുമാതിരി ഒന്ന് വരട്ടിയെടുക്കണം നന്നായിട്ട്. ഇതിന് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പം മുളക് പൊടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ 2 പച്ചമുളക് ഇട്ട്, വലിയ എരിവ് വേണ്ടല്ലോ, ഇത് ചോറല്ലേ. അപ്പം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് ഇത് ഒരുമാതിരി ഒരു വരണ്ടതുപോലായേ. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ്, 1.5 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. 3 കപ്പ് കേട്ടോ. 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ചേർക്കാനേ. വെള്ളം ചേർത്തു നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒറ്റ വിസിൽ മതി കേട്ടോ. ഒറ്റ വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് നമ്മൾ കുക്കറിന് വിസിലുമിട്ട് അടച്ച് വെച്ചു. ഇനി ഒറ്റ വിസിൽ വരുമ്പോൾ തുറന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ എയറൊക്കെ പോയേ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ശരിക്കും എയർ പോയിട്ട് എന്നിട്ട് തുറന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ടെന്ന് ഇളക്കി നോക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നന്നായിട്ടിരിക്കുന്നതിന് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പച്ചരിയാണിത് കേട്ടോ, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നന്നായിട്ടിരിക്കുന്നു, നല്ല ടേസ്റ്റുമുണ്ട്. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ശരി, ഓക്കേ.